Here is our third chapter, pair of linear equations in two variables. Okay, ഇവിടെ chapter 3 ആണ്. Chapter 3, 10th CBSE chapter 3, pair of linear equations in two variables. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും അല്ലെ? ലീനിയർ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വേരിയബിൾസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അതൊക്കറിയാം. 5x+3, ഇറ്റ് ഈസ് എ ലീനിയർ ഇക്വേഷൻ. Then വേരിയബിൾ എന്ന് പറഞ്ഞാല് എക്സ് വൈ, ദീസ് ആർ ദി വേരിയബിൾസ്. നമുക്ക് നോക്കാം എന്താ ഈ ചാപ്റ്ററിൽ വരാൻ പോകുന്നത്. വാട്ട് ഈസ് എ ലീനിയർ ഇക്വേഷൻ? An equation of the form ax plus by plus c equal to 0. Okay, an equation of the form ax plus by plus c equal to 0. ഇതിനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് നോക്കിക്കേ. എക്സിന്റെ പവർ 1 ആണ്, വൈയുടെ പവർ 1 ആണ്. ഇവിടെ എക്സ് എന്നും വൈ എന്നും ടു വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, എക്സിന്റെ പവർ 1 ആണ്, വൈന്റെ പവർ 1 ആണ്. എക്സ് എന്നും വൈ എന്നും ടു വേരിയബിൾസ് ഉണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ എന്താണ്, ടു വേരിയബിൾ ആയി, ഡിഗ്രി 1 ആയി. ഡിഗ്രി 1 ആയിട്ടുള്ള ഇക്വേഷനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡിഗ്രി എന്ന് പറഞ്ഞാല് ഹയസ്റ്റ് പവർ അല്ലെ? ഹയസ്റ്റ് പവറിനെയാണ് നമ്മൾ ഡിഗ്രി പറയാ. അപ്പോൾ ഹയസ്റ്റ് പവർ ആയിട്ട്, വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ 1 ആയിട്ട് വരുന്ന ഇക്വേഷൻസ്. എയും ബിയും നോൺ സീറോ റിയൽ നമ്പേഴ്സ് ആണ്. എക്സ് ആൻഡ് വൈ ആർ വേരിയബിൾസ് ആണ്. എപ്പോഴും ഒരു ലീനിയർ ഇക്വേഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററില്, പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു പോളിനോമിയൽസ് പഠിച്ചേ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ്. എങ്ങനെയായിരുന്നു ഗ്രാഫ്? പാരബോള ഷേപ്പ് ആയിരുന്നു അല്ലെ? ഇവിടെ ലീനിയർ. പോളിനോമിയലിന്റെ ആവുമ്പോ പാരബോള ഷേപ്പ്, ലീനിയർ ഇക്വേഷന് സ്ട്രെയിറ്റ് ലൈൻ കേട്ടോ. എക്സാമ്പിൾ ഓഫ് എ ലീനിയർ ഇക്വേഷൻ ഇവിടെ കണ്ടോ. 2x plus 7y plus 5 is equal to 0. നമ്മൾ നേരത്തെ എഴുതി ax plus by plus c equal to 0. അവിടെ എക്സ് എന്ന് പറഞ്ഞു, വൈ എന്ന് പറഞ്ഞു, ടു വേരിയബിൾസ്. എ ആൻഡ് ബി ആർ കോഎഫിഷ്യൻസ് ആൻഡ് സി ഈസ് ദി കോൺസ്റ്റന്റ്. നയൻത്തിലൊക്കെ പഠിച്ചതല്ലേ ഇത്? ഓക്കെ, ടുഗദർ ദീസ് ഫോം എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾ. ഇവിടെ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഈ രണ്ട് ഇക്വേഷന് നമുക്കറിയാം, സോക്സ് അതുപോലെ ഷൂസ് ഒക്കെ വാങ്ങുമ്പോ എങ്ങനെയാ, പെയേഴ്സ് ആയിട്ടാ കിട്ടുക അല്ലെ? ഷൂസ് സോക്സ് ഒക്കെ പെയേഴ്സ് ആണ്. പെയേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടു പേരാണ് അല്ലെ? അപ്പോ രണ്ടു പേര് ചേർന്ന് നമ്മളിങ്ങനെ പറയുന്ന ഇക്വേഷനെയാണ് പെയേഴ്സ് ഓഫ് ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇക്വേഷൻ ഒറ്റക്കല്ല, രണ്ട് ഇക്വേഷൻസ് ഉണ്ടാകും. ഒരു വേർഡ് പ്രോബ്ലം ചെയ്യുമ്പോൾ ആയാലും അതല്ല, സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യാനായാലും നമുക്ക് അവിടെ രണ്ട് ഇക്വേഷൻ വേണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്കിപ്പോ ഇതിന്റെ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. ഓക്കെ, എക്സ് ആൻഡ് വൈ ഒരു ഇക്വേഷനും എക്സും വൈയും വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പൊ നമ്മൾ അതിനാണ് പെയർ ആയിട്ട് എടുക്കുന്നത്. പെയർ ആവുമ്പോൾ രണ്ട് ഇക്വേഷനും കൂടി സോൾവ് ചെയ്താല് നമുക്ക് അവിടെ എക്സും വൈയും വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഓക്കെ. ആൻഡ് ദിസ് ഇസ് ദി ജനറൽ ഫോം ഓഫ് എ പെയർ ഓഫ് ഇക്വേഷൻ. ലീനിയർ ഇക്വേഷന്റെ ജനറൽ ഫോം ആണ്. എന്താ റൈറ്റ് ചെയ്തേക്കുന്നത് നോക്കിക്കേ. a1x പ്ലസ് a1x പ്ലസ് b1y പ്ലസ് c1 ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ, ഇക്വേഷൻ 1 ആയിട്ട് വരുന്നത്. അതായത് എക്സ് ആൻഡ് വൈ ആർ ദി വേരിയബിൾസ്, a1 ആൻഡ് b1 ആർ ദി കോഎഫിഷ്യൻസ് ആൻഡ് c1 ഇസ് ദി കോൺസ്റ്റന്റ്. എക്സ് ആൻഡ് വൈ വേരിയബിൾ, a1 and b1 are coefficients and c1 is the constant. Okay, and this is an equation. നമ്മൾ എന്താണ് ഇക്വേഷനും എക്സ്പ്രഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? an equation and an expression. എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ
അവിടെ 5x+3 എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ. 5x+3 = 0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇക്വേഷൻ. ഓക്കെ, അതാണ് കേട്ടോ ഡിഫറൻസ്. അതിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റണം, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണം. ഓക്കെ, ദീസ് ടു ഇക്വേഷൻ ടുഗദർ ഫോം എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ. ഓക്കെ, let's move on to next slide. This is an important topic, exam based ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക് ആണ്. ടൈപ്സ് ഓഫ് പെയർസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ്. അതായത് നമുക്ക് ബേസ്ഡ് ഓൺ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ഇതിനെ നമ്മള് ഫസ്റ്റ് തന്നെ പറഞ്ഞു, ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഫോർ എ ലീനിയർ ഇക്വേഷൻ, the graphical representation of a linear equation is straight line. Okay, suppose we are taking two equations. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ലേ, രണ്ട് ഇക്വേഷൻസ് മാം ഒരെണ്ണം റെഡും ഒരെണ്ണം ഗ്രീനും ആയിട്ട് ചൂസ് ചെയ്തു. ഫസ്റ്റ് കേസ്, 3 കേസസ് ആ പഠിക്കാനുള്ളേ. ഇൻ ദി ഫസ്റ്റ് കേസ് ദീസ് ആർ ഇന്റർസെക്റ്റിംഗ് ലൈൻസ്. അപ്പൊ എങ്ങനെയായിരിക്കും രണ്ടും ഇന്റർസെക്റ്റിംഗ് ആന്ന് പറഞ്ഞാ one green, then one red. These are intersecting. നമുക്ക് എവിടെയാ അതിന്റെ സൊല്യൂഷൻ കിട്ടുക? അറിയാലേ, ഈ ഒരു പോയിന്റിലായിരിക്കും നമുക്കതിന്റെ സൊല്യൂഷൻ വരാം. ഈ ഒരു പോയിന്റില്, ഈ ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റിലായിരിക്കും അതിന്റെ സൊല്യൂഷൻ വരാം. അങ്ങനെയുള്ള ഇക്വേഷന് വൺ സൊല്യൂഷൻ ആയിരിക്കും. ദർ ഇസ് യുണീക് സൊല്യൂഷൻ ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് കൺസിസ്റ്റന്റ് ഇക്വേഷൻ. ഓക്കെ, കൺസിസ്റ്റന്റ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാല് പാരലൽ ലൈൻസ് ആയിരിക്കും. പാരലൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രോ ചെയ്യാം. ഇഫ് വൺ ഈസ് റെഡ് ആൻഡ് ദി അതർ ഇക്വേഷൻ ഈസ് ഗ്രീൻ, then these equations will travel like this. Okay, they will never join. അതാണ് പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ സൊല്യൂഷൻ ഉണ്ടാകോ? ഈ ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റിലാണ് സൊല്യൂഷൻ എങ്കിൽ ഈ കേസിൽ എവിടെയെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? ഇല്ല. സോ ദിസ് കൈൻഡ് ഓഫ് ഇക്വേഷൻ ഈസ് ഇൻകൺസിസ്റ്റന്റ്. ആൻഡ് ദി തേർഡ് വൺ ഈസ് കോയിൻസൈഡിങ്. കോയിൻസൈഡിങ് പറയുമ്പോൾ ഞാനൊരു ഗ്രീൻ ലൈൻ വരച്ചു. സോ ഗ്രീൻ ഈസ് an ഇക്വേഷൻ and I draw another equation as red. കോയിൻസൈഡിങ് എന്ന് പറഞ്ഞാൽ അതിന്റെ മേലെ വേറൊന്ന് പോകുകയാണ്. ഓക്കെ, ഇവിടെയാണെങ്കിൽ സൊല്യൂഷൻസ് എങ്ങനെയായിരിക്കും? ഈച്ച് പോയിന്റ് ദർ ഇസ് സൊല്യൂഷൻ. സോ there are infinitely many solutions, or they are consistent solutions. So നമുക്കവിടെ സൊല്യൂഷൻ കിട്ടുന്ന രണ്ട് കേസ് ഉണ്ട്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാല് ഇന്റർസെക്റ്റിംഗ് ലൈൻസിന്റെ കേസിലും കോയിൻസൈഡിങ്ങിന്റെ കേസിലും. അവിടെ രണ്ട് സ്ഥലത്തും എന്താണ്? കൺസിസ്റ്റന്റ് ഇക്വേഷൻസ് ആണ്. ഇനി സൊല്യൂഷൻ ഇല്ലാത്ത കേസിലാണ് നമ്മളവിടെ ഇൻകൺസിസ്റ്റന്റ് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്കതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ 3 കേസസ്, ദാറ്റ് ഈസ് ഏതൊക്കെയായിരുന്നു 3 പറഞ്ഞത്? ഇന്റർസെക്റ്റിംഗ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ വെച്ചിട്ട് അതിന് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ഉണ്ട്, ഇത് ഇന്റർസെക്റ്റിംഗ്, ഇത് കോയിൻസൈഡിങ്, ആൻഡ് ദിസ് ഈസ് പാരലൽ. അവിടെ വരുമ്പോ ഇവിടെ 3നും ഓരോ ഇക്വേഷൻസ് വെച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ്, ക്വസ്റ്റ്യൻസ് എക്സാം ബേസ്ഡ് വരുന്നതാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമുക്കിതിനെ ഇത് ഇങ്ങനെ A1/A2 നോട്ട് ഈക്വൽ ടു B1/B2 എന്നുള്ളതാണ് ഇന്റർസെക്റ്റിങ്ങിന്റെ. പാരലലിന്റെ A1/A2 ഈക്വൽ ടു B1/B2 നോട്ട് ഈക്വൽ ടു C1/C2. അതുപോലെ കോയിൻസൈഡിങ്ങിന്റെ A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2. ഈ A1, A2, B1, B2, C1, C2 ഒക്കെ എന്താണ്? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, രണ്ട് ഇക്വേഷൻസ്, പെയർ ഓഫ് ഇക്വേഷൻസ് A1x plus B1y plus C1 is equal to 0 and
a2x plus b2y plus c2 is equal to 0. These are the two equations, pair of linear equations ആണ്. Pair of equation, linear equation. ഇതിന്റെ ബേസിസിൽ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം. ഇപ്പൊ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ പറയാണ്, ടു ഇക്വേഷൻ ഹാസ് നോ സൊല്യൂഷൻ. നോ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ നമ്മൾ പഠിച്ചു, നോ സൊല്യൂഷൻ വരുന്നത് ഏത് കേസിലായിരുന്നു? ലാസ്റ്റ് സ്ലൈഡ് ഒന്ന് നോക്കിക്കേ. നോ സൊല്യൂഷൻ വരുന്ന കേസ് പാരലൽ ലൈൻസിലാണ്. പാരലൽ ലൈൻസിലാണ് നമുക്ക് നോ സൊല്യൂഷൻ വരുന്നത്. അപ്പൊ നോ സൊല്യൂഷൻ ആവുമ്പോൾ നമുക്ക് അവിടെ ഏതാണ് കണ്ടീഷൻ എന്ന് നോക്കുന്നത് എങ്ങനെയാ? പാരലൽ ലൈൻസ് ആണെന്ന് കിട്ടി. അപ്പൊ അവിടെ എന്താ കണ്ടീഷൻ വരിക? a1/a2 ഈക്വൽ ടു b1/b2 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അവിടെ നമുക്ക് ആ ലൈൻസ് പാരലൽ ആണെന്ന് പറയാം. ദർ ഈസ് നോ സൊല്യൂഷൻ എന്നും നമുക്ക് അവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. ദർ ഈസ് നോ സൊല്യൂഷൻ. നോ സൊല്യൂഷൻ. ഇനി കോയിൻസൈഡിങ് ലൈൻസ് ആണെങ്കിലോ അവിടെ എത്ര സൊല്യൂഷൻസ് ഉണ്ടെന്നാ നമ്മൾ പഠിച്ചേ? ദർ ആർ infinitely many solutions, so infinite number of solutions, and in intersecting lines there is unique solution. ഓക്കെ, നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ ഇത് വെച്ചിട്ട് ഈ മൂന്ന് ടേംസ് ഇന്റർസെക്റ്റിംഗ് ആണെങ്കിൽ യൂണീക് സൊല്യൂഷൻ ആണെന്നും ഇതാണ് അതിന്റെ ഇക്വേഷൻ എന്നും പഠിച്ചു വെക്കുക. അതുപോലെ പാരലൽ ആണെങ്കിൽ നോ സൊല്യൂഷൻ ആണെന്നും ഇതും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ആൻഡ് കോയിൻസൈഡിങ് ആണെങ്കിൽ ഇതാണ് അതിന്റെ സൊല്യൂഷൻ എന്നും ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണെന്നും ഇങ്ങനെ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാമെന്നും ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ കോഎഫിഷ്യൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണെന്ന് പഠിച്ചു. ഓക്കെ, സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇപ്പോ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ രണ്ട് ലീനിയർ ഇക്വേഷൻസ് തന്നാൽ ഹൗ ക്യാൻ വി സോൾവ് ദീസ് ഇക്വേഷൻസ്? a1x plus b1y plus c1 is equal to 0, a2x plus b2y plus c2 is equal to 0. ഈ രണ്ട് ഇക്വേഷൻസ് തന്നാൽ ഈ രണ്ട് ഇക്വേഷൻസിനെ എങ്ങനെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് വൺ ഈസ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഇറ്റ് ഈസ് ഈസി, വെരി സിമ്പിൾ മെത്തേഡ്. പ്രോസസ് ഒന്ന് പഠിച്ചാൽ മതി. സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഓൾസോ സിമ്പിൾ. എലിമിനേഷനിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ടെന്നേ ഉള്ളൂ. ഡിഫറെന്റ് ടൈപ്സ് വരുന്നുണ്ട്. അപ്പൊ അതാണ് ഇപ്പോ നമ്മൾ ഈ മൂന്നെടുത്ത് നോക്കിയാൽ കുറച്ച് മനസ്സിലാക്കേണ്ടത് എലിമിനേഷൻ ആണ്. ഗ്രാഫിക്കൽ മെത്തേഡ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഈസ് സിമ്പിൾ. ഓക്കെ, നമ്മൾ സോൾവ് ചെയ്യാന്ന് പറഞ്ഞ അതിന്റെ മീനിങ് എന്താ? ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് ഫൈൻഡ് എക്സ് ആൻഡ് വൈ. ഓക്കെ, അതിനെയാണ് നമ്മൾ ഈ സോൾവിങ് എന്ന് പറയുന്നത്. ഈ മൂന്ന് മെത്തേഡ്സിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചില ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്യും ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യുക, സോൾവ് യൂസിങ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, സോൾവ് ബൈ എലിമിനേഷൻ മെത്തേഡ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്തും ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, സോ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാല് ഫൈൻഡ് എക്സ് ആൻഡ് വൈ. ഇവിടുത്തെ എക്സും വൈയും ഫൈൻഡ് ആക്കാം. നമുക്ക് ഓരോ മെത്തേഡായിട്ട് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് ഈസ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാല് ഓരോ ഇക്വേഷനെയും ഓർഡേർഡ് പെയേഴ്സ് ആയിട്ട് നമ്മൾ കാണാം. ഓർഡേർഡ് പെയർ എന്താ? കോർഡിനേറ്റ് ജോമെട്രിയിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എക്സ് കോമ വൈ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാർട്ടീസിയൻ പ്ലെയിനില് നമ്മൾ കൊടുക്കില്ലേ, ഇങ്ങനെ എക്സ് കോമ വൈ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോയിന്റ്സ്, അങ്ങനത്തെ പോയിന്റ്സ് ഫൈൻഡ് ആക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ഗ്രാഫ് പേപ്പർ എടുത്തിട്ട് അതിൽ പ്ലോട്ട് ചെയ്യുക. എന്നിട്ട് ആ ലൈൻസ് നോക്കുക, അവർ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇന്റർസെക്ടിങ് പോയിന്റ്സ് ആയിരിക്കും അവിടുത്തെ സൊല്യൂഷൻ ആയിട്ട് വരും. ഓക്കെ, സോൾവ് ഗ്രാഫിക്കലി കണ്ടോ, ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. സോൾവ് ഗ്രാഫിക്കലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ട് ഇക്വേഷൻസ് തരും.
അപ്പൊ മാം രണ്ട് ഇക്വേഷൻസ് തന്നിരിക്കുന്നിടത്തേക്കാണ്. ഇവിടെ എന്താ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ സെലക്ട് ചെയ്യാണ്. ഫസ്റ്റ് ഇക്വേഷൻ മാം എഴുതാം. 2x മൈനസ് വൈ ഈസ് ഈക്വൽ ടു -1. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാ, നമുക്ക് എക്സിന് നമുക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ കൊടുക്കാം. ഇഷ്ടമുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് ഇതിൽ നമ്മൾ കൊടുക്കുന്ന സ്കെയിൽ അനുസരിച്ച് വാല്യൂ കൊടുക്കുക. 1 2 3 ഒരു അപ് ടു 10 വരെയൊക്കെ അല്ലേ. അപ്പൊ പിന്നെ ചെറിയ നമ്പർ കൊടുത്താൽ കാൽക്കുലേഷൻ അത്ര ഈസി ആകും. അപ്പൊ ഒരു 1 2 3 അത്രയും നമ്പേഴ്സ് ഒക്കെ വെച്ച് കൊടുത്താൽ മതി. യു ക്യാൻ യൂസ് 0 ഓർ നെഗറ്റീവ് ഓൾസോ. സോ ഐ എം പുട്ടിങ് 0. എക്സ് ഈക്വൽ ടു 0 കൊടുക്കുകയാണ്. ഇഫ് എക്സ് ഈക്വൽ ടു 0 ഇത് വരും 2x മൈനസ് വൈ ഈസ് ഈക്വൽ ടു -1 എന്നല്ലേ. അപ്പൊ ഇവിടുത്തെ എക്സിന് ആ വാല്യൂ കൊടുക്കാം. 2 ഇൻറ്റു 0 മൈനസ് വൈ ഈസ് ഈക്വൽ ടു -1. So we know 0 minus y is equal to -1. We can cancel these two negatives. So y is equal to 1. So here we can see if x equal to 0, y is equal to 1. Okay. ഞാൻ ഇനി വാല്യൂ എഴുതുകയാണ്. എക്സ് 0 ആകുമ്പോൾ y 1 ആണ്. ഓക്കെ. അതുപോലെ നമ്മൾ ഒരു വാല്യൂ കൂടി കൊടുത്തു നോക്കാം. Put x is equal to 1. Okay, x is equal to 1 ആകുമ്പോൾ എന്ത് വരും? 2x minus y is equal to -1. 2 into 1 minus y equal to -1. 2 minus y is equal to -1. y-നെ ട്രാൻസ്പോസ് ചെയ്യുക, x-നെ 1-നെ ട്രാൻസ്പോസ് ചെയ്യുക. സോ 2 plus 1 is equal to y എന്ന് വരും. So y is equal to 3. So here we can see when x is equal to 1, y is equal to 3. So we can write 1 3. ഇത് മതിയാകും. അതായത് രണ്ട് നമ്പേഴ്സ് കൊണ്ട് നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഗ്രാഫ് ജസ്റ്റ് റഫായിട്ട് പ്ലോട്ട് ചെയ്യാണ്. പിന്നെ നമ്മൾ ഇപ്പൊ y ആക്സിസ് ഡ്രോ ചെയ്തു, then x ആക്സിസ് ഡ്രോ ചെയ്തു, പിന്നെ ഇനി അവിടെ വാല്യൂസ് മാർക്ക് ചെയ്യാണ്. ഇവിടെ 0 അല്ലേ. then 1 2 3 4. -1 -2 -3. Here also 1 2 3. -1 -2 -3. എന്നിട്ട് ഈ വാല്യൂസ് വെച്ചിട്ടൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കിയേ. 0 1 0 1 എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് നമ്മുടെ ഓർഡേർഡ് പെയേഴ്സ്? 0 1 1 3. 0 1 എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റാ വരാ? 0 1 എന്ന് പറയുമ്പോ എക്സ് ആക്സിസിൽ 0യും y ആക്സിസിൽ 1ഉം. ഓക്കെ. അപ്പൊ നിങ്ങൾ ഓർക്കാം, എക്സ് കോർഡിനേറ്റ് 0 ആണെങ്കിൽ അത് y ആക്സിസിലായിരിക്കും. സോ ഇതാണ് 0 1 എന്ന് പറയുന്നത്. X coordinate, if x coordinate or axis is 0, then the point lies on the y axis. Then 1 3. 1 3 എന്ന് പറയുമ്പോൾ എക്സിൽ 1ഉം വൈയിൽ 3യും വരുന്നത് ഇവിടെ 8 വരും. നമ്മളത് ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നില്ലേ നോക്കിയേ. ഇതിങ്ങനെ ജോയിൻ ചെയ്ത്, ഇതിപ്പോ നമ്മൾ സ്കെയിലൊന്നും യൂസ് ചെയ്തിട്ടല്ലല്ലോ, ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും, എന്നാലും കറക്റ്റ്, കുഴപ്പമില്ല, കിട്ടിയല്ലോ. ഇതാണ് ഇപ്പൊ നമുക്ക് കിട്ടിയ പോയിന്റ്. ഓക്കെ. നമ്മൾ പ്ലോട്ട് ചെയ്തു. ഒരു ഇക്വേഷൻ ആണ് ഇപ്പൊ നമ്മൾ സോൾവ് ചെയ്തത്, ഈ ഫസ്റ്റ് ഇക്വേഷൻ കേട്ടോ. 2x മൈനസ് വൈ ഇസ് ഈക്വൽ ടു -1. ഇനി നമുക്ക് സെയിം പ്രോസസ് വെച്ചിട്ട് എന്ത് ചെയ്യണം? സെക്കൻഡ് ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യണം. ഓക്കെ. സെക്കൻഡ് ഇക്വേഷൻ ഞാൻ ആ ഗ്രാഫ് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്, നമുക്കപ്പോ കാണാലോ. നമുക്ക് ആ സെയിം ഗ്രാഫിൽ തന്നെ പ്ലോട്ട് ചെയ്യാനുള്ളതാണ്. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുമ്പോ
table for 3x plus 2y equal to 9. And put x equal to 3 കൊടുക്കുകയാണ്. ഓക്കെ, എക്സ് ഈക്വൽ ടു 3 കൊടുക്കുകയാണ്. വാല്യൂ എന്താ നോക്കാം. നമ്മൾ അവിടുത്തെ സെക്കൻഡ് ഇക്വേഷൻ ആണ് കേട്ടോ ഈ ചെയ്യുന്നത്. 3 × 3 + 2y = 9. 9 + 2y = 9. 2y = 9 - 9 0. y = 0. സോ ഇവിടെ വാല്യൂ 3 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 0 വന്നു. ഓക്കെ, നെക്സ്റ്റ് കേസ്. put x is equal to 2 കൊടുക്കുകയാണ്. വൈയുടെ വാല്യൂ എന്താ വരാൻ നോക്കാം. 3 × 2 + 2y = 9. 6 + 2y = 9. 2y = 9 - 6. 2y = 3. y = 3/2. That is equal to 1.5. നമുക്ക് സെക്കൻഡ് വാല്യൂ കിട്ടി. സെക്കൻഡ് വാല്യൂ എന്താ കിട്ടിയേ? എക്സ് 2 ആവുമ്പോൾ വൈയുടെ വാല്യൂ 1.5. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാലോ. 3,0യും 2,1.5. എക്സിന്റെ വാല്യൂ ആണ് ആദ്യം കൊടുക്കേണ്ടത് കേട്ടോ. എക്സിന്റെ വാല്യൂ ആദ്യം കൊടുക്കുക, ദെൻ വൈയുടെ വാല്യൂ. 3,0 എന്ന് വരുമ്പോ എവിടെ വരും? If the ordinate or y-axis is 0, the point lies on the x-axis ആയിരിക്കും. So this is the 3.0, 3,0. ഇനി 2, -1 - 1.5. 2, 1.5 ഇവിടെ ആയിട്ട് വരും. ഓക്കെ, ഇത് വെച്ചിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. What we will get? ഉണ്ടാവും. നിങ്ങളിപ്പോ നിങ്ങൾ ആ ഗ്രാഫ് പേപ്പറിലാവുമ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റ് പോയിന്റ് ഏതാന്നുള്ളത് ഇവിടെ കിട്ടും. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഐ തിങ്ക് ഇറ്റ് ഈസ് 1,3. നമ്മള് ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ വെച്ചിട്ടല്ലേ ചെയ്തേ. 1,3 ആണ് നമുക്ക് ഇവിടെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ആയിട്ട് കിട്ടുന്നത്. ഇവിടെ ഇതാണ് ഫസ്റ്റ് ഇക്വേഷന്റെ ഗ്രാഫ്, ഇതാണ് സെക്കൻഡ് ഇക്വേഷന്റെ ഗ്രാഫ്. ഫസ്റ്റ് ഇക്വേഷന്റെ ബ്ലാക്കും സെക്കൻഡ് ഇക്വേഷന്റെ റെഡും. ഇത് വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ട്രയാങ്കിൾ ഷേപ്പില്ലേ, എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ ക്വസ്റ്റ്യൻ വരാം. ഈ 3 വേർട്ടെക്സ് ഏതാന്ന് ചോദിക്കാം, ഈ ട്രയാങ്കിളിന്റെ വേർട്ടെക്സ് ഏതാന്ന് ചോദിക്കാം, വൈ ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ ട്രയാങ്കിളിന്റെ വേർട്ടെക്സ് ഏതാന്ന്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡ് ഈസി മെത്തേഡാണ്, മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാല് നമുക്കവിടെ ഒരു വേരിയബിള്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും എലിമിനേഷൻ മെത്തേഡും സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യും.